റെഡിയാ റെഡിയാ മനസ്സിലായി. ആശമാരുടെ ട്രേഡ് യൂണിയനുകളുമായിട്ടും സമരം ചെയ്യുന്ന സംഘടനയുൾപ്പെടെ സംഘടനകളുമായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച നടത്തി. 2 ഘട്ടമായിട്ടാണ് ചർച്ച നടത്തിയത്. ആദ്യ ഘട്ടത്തിൽ ഞാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതുപോലെ സ്റ്റേറ്റ് മിഷൻ്റെ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, അതുപോലെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ഓൺലൈനായിട്ട് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതുകൂടാതെ വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള യൂണിയൻ നേതാക്കളും യൂണിയൻ ആശമാരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. അപ്പോൾ പൊതുവിൽ ഈ കാലഘട്ടത്തിൽ ആശമാരുടെ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അത് വളരെ അനുകൂലമായിട്ടും അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. വളരെ സ്ട്രക്ചേർഡായിട്ട് പ്രത്യേകിച്ച് ഈ ആശാമാരുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സമീപകാലത്തെ മാത്രം ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് ആശമാരുടെ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്ന് ഇപ്പോൾ കുടിശ്ശിക അത് കൊടുത്തു തീർക്കണമെന്നുള്ളത് പറഞ്ഞു. കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് സാധിച്ചു. 2 ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ 10 മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 10 അത് വളരെ നേരത്തെ മുൻപേ ഉള്ള വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഉത്തരവാണ്. അപ്പോൾ ആ ഉത്തരവിലെ മാനദണ്ഡ വ്യവസ്ഥകൾ ശരിയായിട്ടുള്ളതല്ല, അത് മാറ്റണം എന്നുള്ളത് ആശമാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ആ വ്യവസ്ഥകൾ, ആ മാനദണ്ഡങ്ങൾ മാറ്റുകയുണ്ടായി. അത് മാറ്റി പുതിയ ഉത്തരവ് ഇറക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് OTP വരുന്നത് പലയിടത്തും ആ സമയത്ത് നമുക്ക് കണക്റ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. അതല്ലെങ്കിൽ വീട്ടുകാരുടെ ഫോൺ നമ്പറിൽ OTP വന്നിട്ട് അത് ഷെയർ ചെയ്യുക എന്നത് സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുകൾ ഫീൽഡിൽ ഉണ്ടാക്കുമെന്ന് ആശമാർ പറഞ്ഞിരുന്നു. അത് പിൻവലിക്കാൻ സ്റ്റേറ്റ് മിഷനോട് ഞാൻ പറഞ്ഞു. ഈ ഹെൽത്ത് അത് ഡിസേബിൾ ചെയ്തു, OTP വേണ്ട എന്നുള്ളത് പറയുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ശൈലി സർവേ കേന്ദ്ര ഗൈഡ് ലൈനിലുള്ളതാണ്. പോപ്പുലേഷൻ സർവേ നമ്മൾ നാഷണൽ ഗൈഡ് ലൈനിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു കാര്യവും കേരളത്തിൽ സ്റ്റേറ്റ് ഗൈഡ് ലൈനിലില്ല. നാഷണൽ ഗൈഡ് ലൈനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്റ്റേറ്റ് ഗൈഡ് ലൈനിലുമുള്ളത്. അപ്പോൾ ഈ പോപ്പുലേഷൻ സർവേയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ശൈലി ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന സ്ക്രീനിങ്, നമ്മൾ വാസ്തവത്തിൽ കേരളത്തിൽ അത് ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടി കുറച്ചുകൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ പേപ്പർ വഴിയാണിത് എഴുതി എടുത്ത് ഓരോ ഡേറ്റയും മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളത് ഡിജിറ്റൈസ് ചെയ്ത് ഒരു ആപ്പ് വഴിയാണ്, ശൈലി ആപ്പ് വഴിയാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ അതിൽ കേന്ദ്ര സർക്കാരിനോട് അധികമായിട്ട് ഇതിനൊരു ഇൻസെൻറ്റീവ് നമ്മൾ ചോദിച്ചിരുന്നു, സ്റ്റേറ്റ് മിഷൻ ചോദിച്ചു. അപ്പോൾ ഇൻസെൻറ്റീവ് ചോദിച്ചത് സ്വാഭാവികമായിട്ടും 60-40 അനുപാതത്തിലാണ്. നമ്മൾ 40% കൊടുക്കാം എന്നുള്ള ഇത് കണ്ടുകൊണ്ട് അധികമായിട്ടൊരു ഇൻസെൻറ്റീവ് സംഘടന ആവശ്യപ്പെട്ടത് 2000 രൂപ ഇൻസെൻറ്റീവ് വേണം എന്നുള്ളതാണ് സംഘടനകൾ ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ. അതിലൊരു 4-5 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരിക്കുന്നു, അതിലും മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിനോട് ഇൻസെൻറ്റീവ് നൽകുന്നത് സംബന്ധിച്ച് സ്റ്റേറ്റ് മിഷൻ നാഷണൽ ഹെൽത്ത് മിഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് പോകുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം 62 വയസ്സിൻ്റെ ഒരു അതിൽ ആശമാർ പ്രവർത്തനത്തിൽ നിന്ന് മാറണം എന്നുള്ള ഒരു സർക്കുലർ ഉണ്ടായിരുന്നു, ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് 2023 അത് ഇറക്കിയത്. ആ ഉത്തരവ് ഇറങ്ങിയപ്പോൾ തന്നെ ഈ വ്യവസ്ഥ മാറ്റണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുകയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഒരു ആശയുടെ വിഷയം ഇതുപോലെ വന്നു. 62 വയസ്സ് കഴിഞ്ഞ ഒരാൾ മാറി നിൽക്കണമെന്ന് അവിടെ പ്രാദേശികമായിട്ട് ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. സംഘടന ഉടനെ തന്നെ ആശാ ഫെഡറേഷൻ അന്ന് വന്ന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. അതിലിടപെട്ടു, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. സ്റ്റേറ്റിൽ ഒരു ആശയെയും 62 വയസ്സ് കഴിഞ്ഞിട്ട് പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ടെക്നിക്കലായി ഫ്രീസ് ചെയ്യുന്ന ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു. ആ ഉത്തരവ് ഇറക്കി. അതായത് ഈ 62 വയസ്സിൽ പ്രവർത്തനത്തിൽ നിന്ന് മാറണം എന്നുള്ള ആ ഉത്തരവിലെ ഈ ക്ലോസ് ഫ്രീസ് ചെയ്യുന്നതായിട്ട് ഉത്തരവും ഇറക്കി. അപ്പോൾ നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ആരോഗ്യ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യ ഭാഗ ചർച്ചയിൽ പറഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്
ഇത് മാത്രമല്ല, ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും മാത്രമല്ല, മറ്റ് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു മാസം 50 വീടാണ് കയറേണ്ടത്. 50 വീട്, ഒരാഴ്ച 50 വീടുകൾ വിസിറ്റ് ചെയ്താൽ മതിയാകും ഒരു മാസം. പക്ഷേ അങ്ങനെ അല്ലാതെ ചില പ്രദേശങ്ങളിൽ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 16 ദിവസമാണ് കേന്ദ്ര ഗൈഡ് ലൈനിൽ, 16 ദിവസമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 16-18 ദിവസമാണ് സ്റ്റേറ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് ഫീൽഡിൽ പോകേണ്ടതായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അല്ലാതെ എല്ലാ ദിവസവും പോകേണ്ടതായിട്ട് നിർബന്ധിക്കുന്നു ചിലയിടങ്ങളിൽ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രായോഗികമായി സ്റ്റേറ്റ് മിഷൻ ഇറക്കിയ ഗൈഡ് ലൈനും വിഭിന്നമായി പ്രാദേശികമായി ആശമാരെ ബുദ്ധിമുട്ടിലാക്കുന്ന നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും, പൊതുവിൽ ആശമാരുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് സംബന്ധിച്ചു ഇപ്പോൾ ഇൻഷുറൻസ് നമ്മുടെ 26,125 ആശമാരിൽ ഇനി 13,000 പേർക്ക് മാത്രമേ കാസ്പ് കവറേജ് ഇല്ലാതെയുള്ളൂ. ബാക്കി എല്ലാവർക്കും ആയിട്ടുണ്ട്. ഈ 13,000 പേർക്കും ഇൻഷുറൻസ് കവറേജ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അത് NHA അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നൽകണം ഇവരുടെ എൻട്രിക്ക് വേണ്ടി എന്നുള്ളത് കാണിച്ചുകൊണ്ട് 13,000 പേരുടെയും പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 1.5 വർഷമായി നമുക്കത് ഓപ്പൺ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒരു IAS ഓഫീസറിൻ്റെ ചുമതലയിൽ ആരോഗ്യ വകുപ്പും അതോടൊപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധിയും തൊഴിൽ വകുപ്പിൻ്റെ പ്രതിനിധിയും കൂടി ഉൾപ്പെടെ ഇത് മാത്രമല്ല, അടിസ്ഥാനപരമായി ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഉന്നയിച്ച ഒരു വിഷയം, അതായത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. ആ വിഷയം ആശമാരെ വിമൻ വോളണ്ടിയേഴ്സായിട്ടാണ് കേന്ദ്ര ഗൈഡ് ലൈനിലുള്ളത്. അതായത് സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളതാണ്. ഇത് മാറ്റി അവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം കൂടി, അതിപ്പോൾ സമരം ചെയ്യുന്ന ആശമാർ ഈ കാര്യം പറയുന്നില്ല, പക്ഷേ ഈ ഒരു ആവശ്യവും കൂടി ഉൾപ്പെടുത്തി. ഇത് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോൾ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ കാര്യം ആവശ്യപ്പെടുന്നതാണ്. വർക്കേഴ്സ് എന്നുള്ള നിലയിലേക്ക് അവരെ മാറ്റണം. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വെൽഫെയർ ആക്ടിവിറ്റീസ്, ഈ പറഞ്ഞത് എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത് എന്നുള്ളത്, മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൽ ഈ കമ്മിറ്റി ഇതിലൊരു റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്താം എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ചർച്ച അവർ തന്നെ നടത്തി. ആ സമയത്ത് ഞാൻ ACS മറ്റ് ഓഫീസേഴ്സും സ്റ്റേറ്റ് മിഷനിൽ നിന്നുള്ളവരും എല്ലാം തന്നെ മാറി നിന്നുകൊണ്ട് അവർ ചർച്ച നടത്തി. അതിനുശേഷം ഞങ്ങൾ പങ്കെടുത്ത ചർച്ചയുടെ 2ാം ഭാഗത്തിൽ ഒരു സമയപരിധി കൂടി മുന്നോട്ട് വെച്ചു. ഒരു 3 മാസത്തെ കാലയളവിൽ അതിലൊരു സംഘടനകളെ കൂടി കേൾക്കാം, പ്രത്യേകമായി തന്നെ കേട്ടുകൊണ്ട് ഈ സമിതി ഇത് വിശദമായിട്ട് അവലോകനം ചെയ്ത് റിപ്പോർട്ട് സർക്കാരിന് നൽകട്ടെ എന്നുള്ളത് പറയുകയുണ്ടായി. ഈ 3 മാസ സമയത്തിനുള്ളിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വിശകലനം ചെയ്യുകയും അത് സർക്കാരിന് ശുപാർശ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് തീരുമാനങ്ങൾ എടുത്തു പോകാമെന്നുള്ളത് പറയുകയുണ്ടായി. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സമരം ചെയ്യുന്നവർ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചു. ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഈ ഒരു സർക്കാർ എടുത്തൊരു നിലപാടിനെ അതിനോടൊരു പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കാരണം നമുക്ക് നല്ല സ്ട്രക്ചേർഡായി പോകുന്ന പ്രവർത്തനമാണ് സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവിടുന്ന് ഏറ്റവും വലിയ പ്രശ്നം മറ്റു ഒരുപാട് ജോലികൾ ആശമാരെ കൊണ്ട് ഇതല്ലാതെയുള്ള ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത്. അത് പരിശോധിച്ചുകൊണ്ട് അതിലിടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ശ്രമിച്ചു. അതിന് ഇടപെടലുകളുണ്ടായി, ഉത്തരവുകളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചേർഡായിട്ടാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേന്ദ്രാവിഷ്കൃത സ്കീമുകളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള സമാനമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. എല്ലാ സ്കീമിലും, ആശമാരുടെ ഇതിൽ, അങ്കണവാടി പ്രവർത്തകരിൽ. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട് വളരെ കൃത്യമാണ്, അനുകൂലമായ നിലപാടാണ്, അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് 3 മാസത്തിനുള്ളിൽ അവർ നൽകട്ടെ, അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് കൃത്യമായിട്ട് നിശ്ചയിക്കാമെന്നുള്ളത് പറയുകയുണ്ടായി. അപ്പോൾ അത് ഉൾക്കൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. സമരം ചെയ്യുന്ന സംഘടന അവർ പോയി ആലോചിച്ചിട്ട് എന്താണ് എന്നുള്ളത് അവർ ആലോചിച്ചിട്ട് തിരിച്ച് അറിയിക്കാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ചർച്ച അവസാനിച്ചിട്ടുള്ളത്.
ഏതായാലും സംസ്ഥാന സർക്കാർ ഈ ഒരു കമ്മിറ്റിയിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും അവർ മുന്നോട്ട് വെച്ച ട്രേഡ് യൂണിയനുകൾ കൂടി മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇത് വിശദമായി പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. കേവലമായിട്ടുള്ള ഒരു വർധനവ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആശമാരുടെ ഒരു സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കൂടി അത് ഉണ്ടാകുന്ന രീതിയിലുള്ള അവലോകനം പരിശോധന നടത്തണമെന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. സമരക്കാർ അറിയിച്ചത് കാരണം അവർ പറയുന്നത് ഈ ഓണറേറിയവും പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കമ്മിറ്റി വെച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3000 രൂപയെങ്കിലുള്ള ആവശ്യം 10,000 രൂപയെങ്കിലും ഓണറേറിയം നൽകണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്ന് അവർ പറയുന്നു. ഞാൻ ഇക്കാര്യം അവർ ചർച്ചയിലും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ടേംസ് ഓഫ് റെഫറൻസിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ സമിതി അത് വിശകലനം ചെയ്യട്ടെ. ആരോഗ്യവകുപ്പ് മാത്രമല്ലല്ലോ, അതിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതുപോലെ തൊഴിൽ വകുപ്പുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ധനവകുപ്പ് കൂടി ഉൾപ്പെടുന്നതാണല്ലോ. അതുകൊണ്ട് അതിൽ ഈ ടേംസ് ഓഫ് റെഫറൻസിൽ ഇക്കാര്യം ഉൾപ്പെടെ ആ കമ്മിറ്റി പരിശോധിക്കട്ടെ. നമ്മളൊരു സമയം കൂടി പറഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അംഗീകരിക്കണമെന്ന് ഞാൻ അവരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ തിരിച്ച് അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ മീറ്റിങ്ങിൽ അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. എന്താണ് അവർ പറഞ്ഞതെന്ന് ഞാൻ നോക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയൊക്കെ റെക്കോർഡഡ് ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ ഞാൻ ഈ ചർച്ച പുറത്തുവിടാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത്, ഈ വസ്തുതകൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എല്ലാം അവർ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ മീറ്റിങ്ങുകൾ ഈ ചർച്ചകൾ നമുക്ക് പുറത്തു വിടാവുന്നതാണ്. അതൊരു സാമാന്യ മര്യാദകളുടെ കൂടി ഇതിൽ അവരനുവദിക്കുമെങ്കിൽ ഞാനത് പുറത്തു വിടാമെന്ന് പറയുകയുണ്ടായി. ഇല്ല, അവരെ അറിയിക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം അവർ ആലോചിച്ചിട്ട് അതാണ് അവരോട് അഭ്യർത്ഥിച്ചത്. ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇവരുന്നയിക്കുന്ന വിഷയവുമായിട്ട് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് കമ്മിറ്റി ഒരു സമയബന്ധിതമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അവലോകനം നടത്തി ആ ശുപാർശ സമർപ്പിക്കട്ടെ. അത് ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് വെച്ച ഈ ഒരു നിർദ്ദേശം അത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനുകൾ, ആശമാർ, സംഘടനാ നേതാക്കൾ കൂടി മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമാണ്, ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ. ആ സൊല്യൂഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. അപ്പോൾ അവർക്കത് പോയി ആലോചിക്കണം എന്നുള്ളത് പറയുകയുണ്ടായി. അപ്പോൾ ആലോചിച്ചിട്ട് ഇക്കാര്യം അറിയിക്കാനായിട്ട് പറഞ്ഞു. വേണമെങ്കിലും മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കട്ടെ, നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, അവരെ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മുടെ കയ്യിൽ ഞാനതല്ലേ പറഞ്ഞു, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ചർച്ചയുടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇക്കാര്യം പോയി ആലോചിച്ചിട്ട് പറയാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ചർച്ചയുടെ മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ ചർച്ചയുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കണ്ടു. അന്നത്തെ ചർച്ച കഴിഞ്ഞിട്ട് കണ്ടു മന്ത്രിയും ഉദ്യോഗസ്ഥരും പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കി എന്നുള്ള നിലയിലൊക്കെ കണ്ടു. അങ്ങനെയുള്ളൊരു വിഷയമൊന്നുമില്ല. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് എന്താണ് ചർച്ച ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ചർച്ച മുന്നോട്ട് പോയത് എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് എന്താണ് ചർച്ച നടത്തിയെന്നുള്ളതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് അവർ പറഞ്ഞതും അത് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സർക്കാരിൻ്റെ സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കത് ഈ കമ്മിറ്റി ഒന്ന് അത് പരിശോധിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു, അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് 2000, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 4000 ഓണറേറിയം മാത്രം. 232 രൂപയുടെ കാര്യം വീണ്ടും ആവർത്തിച്ചു ഈ ഇന്നത്തെ ചർച്ചയിൽ. ഞാൻ പറഞ്ഞു, തെറ്റായ കാര്യം ദയവായിട്ട് അത് പറയരുത്. 232 അല്ല, അതായത് ഓണറേറിയവും ഫിക്സ്ഡ് ഇൻസെൻറ്റീവും തന്നെ 10,000, പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള ഇൻസെൻറ്റീവ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ പ്രവൃത്തി ദിവസങ്ങൾ എത്രയാണ് എന്നുള്ളത് കണക്ക് കൂട്ടണം എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്, വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ. ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ആ സൊല്യൂഷൻ ദയവായിട്ട് സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ പരിഹാര നിർദ്ദേശം നമ്മളൊരു സമയം കൂടി പറഞ്ഞുകൊണ്ടാണല്ലോ, ഈ 3 മാസത്തിനുള്ളിൽ ഈ കമ്മിറ്റി ഇതൊന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ. അതോടൊപ്പം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ചർച്ചയുടെ കാര്യം ഞാൻ ആദ്യ ഭാഗത്തിൽ തന്നെ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞത് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം വളരെ സജീവ പരിഗണനയിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഉടൻ തന്നെ അത് ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയാണ്. അപ്പോൾ അത് പിന്നെ അതിലുടനെ തീരുമാനമുണ്ടാകും. ഇത് ആശമാരെ, സമരം ചെയ്യുന്നവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഇക്കാര്യവും ചർച്ചയുടെ ആദ്യ ഭാഗത്ത് അവരോട് പറഞ്ഞു. ഇക്കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. ഇൻസെൻറ്റീവ്സ് തുടക്കം മുതൽ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 2005-2006 ആണല്ലോ. അത് കേന്ദ്രം മാത്രമല്ല സ്റ്റേറ്റും കൂടെയാണല്ലോ. അത് രണ്ടും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയെന്ന് വെച്ചാൽ കേന്ദ്രവും സംസ്ഥാനം കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അതും ഞാൻ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന സമീപനമാണ് സർക്കാരിൻ്റെ. ഈ ഒരു നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അത് സംശയമില്ലല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണല്ലോ. ഇതിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെന്താണ് പറഞ്ഞതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങനെ എൻ്റെ അടുത്ത് ചർച്ചയിൽ അവരങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ. അവരെന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നോക്കാം. നോക്കൂ, ഞാൻ അതിനെ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിൽ മുഴുവൻ ആയിട്ടുള്ള കണക്കെടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു 26,125 ആശമാരിൽ നമ്മളിപ്പം അതിൻ്റെ നമ്പർ കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഒരു 200-നടുത്ത് ആശമാരാണ് സ്റ്റേറ്റിൽ മുഴുവനായിട്ട് ഏതെങ്കിലും തരത്തിൽ വിട്ടു നിൽക്കുന്നത്. പക്ഷേ ഓരോരുത്തരും ഒരാളെ ഉള്ളെങ്കിലും ആ ആളും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞു ദയവായി നമ്മുടെ ആശമാരെ ഈ നിലയിലുള്ള സർക്കാർ കൂട്ടില്ലെന്നോ ചെയ്യില്ലെന്നോ അല്ല പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കർശനമായിട്ടുള്ള സമര രീതികളിലൂടെ മുന്നോട്ട് പോകാം. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. സർക്കാർ പറഞ്ഞത്, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇന്നത്തെ ചർച്ച കൂടിയാകുമ്പോൾ ഞാൻ തന്നെ 2 ചർച്ച നേരത്തെ നടത്തിയിരുന്നു. സ്റ്റേറ്റ് മിഷൻ 2 ചർച്ച നടത്തി. ഇത് 5ാമത്തെ ചർച്ചയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇതിൽ പങ്കെടുത്തു. വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ പങ്കെടുത്തു. അപ്പോൾ അത്രയും ഗൗരവത്തോടുകൂടി നമ്മളിതിനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇത് ഉൾക്കൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ളതാണ്. ആശമാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഇവിടെ തുടർച്ചയായി ഒരു എതിർ നിലപാട് സർക്കാരിനുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടില്ല, ഞങ്ങളാണ് ഇത്രയും 7,000 ഓണറേറിയവും പിന്നെ ബാക്കി ഇൻസെൻറ്റീവ് 10,000 ടോട്ടൽ കിട്ടുമ്പോൾ 8,400 ഞങ്ങളാണ് നൽകുന്നത്, അതുകൊണ്ട് ഇനി ഞങ്ങൾ കൂട്ടില്ല എന്ന നിലപാടല്ല സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് അവരോട് ഇക്കാര്യം ഞാൻ വളരെ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.